ഹായ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്വന്തം ഷാപ്പിനെ പറ്റിയാണ്. നമ്മുടെ കണ്ണൂരുകാരുടെ ഇപ്പം ഒരു സ്വന്തമായിട്ടുള്ളൊരു ഷാപ്പുണ്ട്. അതാണ് നമ്മുടെ പൂവത്തേക്കുന്ന് ഷാപ്പ്. പറശ്ശിനിക്കടവ് ഷാപ്പ് എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇപ്പം നമ്മുടെ കണ്ണൂർ ഭയങ്കര ഫേമസ് ആണ് ഈ പറശ്ശിനിക്കടവുള്ള ഈ ഒരു ഷാപ്പ്. അപ്പം ആ ഷാപ്പിലെ ഫുഡും അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിന്നോട്ട് പങ്കുവെക്കുന്നത്. അപ്പം നമ്മുടെ ഈ കണ്ണൂരുകാരുടെ ഷാപ്പ് എന്ന് പറഞ്ഞാൽ പൂവത്തുകുന്ന് ഷാപ്പ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരുമാതിരി എല്ലാ ടൈപ്പ് വെജ് നോൺ വെജ് ഫുഡ് ഐറ്റംസും അവൈലബിൾ ആണ്. അത് ചിക്കൻ ആയിക്കോട്ടെ, മട്ടൺ, ബീഫ്, മുയൽ, പോത്ത്, പന്നി, മീൻ, കോഴി, താറാവ്, അങ്ങനെ നമുക്ക് ഞണ്ട്, കല്ലുമ്മക്കായ, ഇളമ്പക്ക, അങ്ങനെ നമുക്ക് വേണ്ട ഫുഡുകളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഇവിടുത്തെ മെയിനായിട്ട് അട്രാക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഫാമിലീസിനെയൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ AC റൂമാണ്. നമുക്ക് AC റൂം, ഫാമിലി AC റൂമും ഉണ്ട്. ഇത് 3 ഫ്ലോറിലായിട്ടാണ്. അണ്ടർഗ്രൗണ്ട് ഉണ്ടൊരു ഫ്ലോറ്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ഇങ്ങനെ 3 ഫ്ലോറായിട്ടാണ് ഉള്ളത്. നമ്മളിപ്പോൾ കയറിയത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് വേറെ ഫ്ലോറുണ്ട്. ഇത് അതിൻ്റെ മുകളിലത്തെ ഫ്ലോറാണ്. ഇതൊക്കെ മെയിനായിട്ട് ഫാമിലി ഏരിയ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഫാമിലി ആൾക്കാർ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടുത്തെ ഫുഡിൻ്റെ ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്താം. ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇവിടുത്തെ ഈ ഞണ്ട്, ക്രാബ് റോസ്റ്റ്, അതുപോലെ തന്നെ ഇവിടുത്തെ ബീഫ്, അതുപോലെ ഇവിടുത്തെ ഈ ചിക്കൻ മസാല, ഇതൊക്കെ കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അമ്മാതിരി ഐറ്റംസാണ്. പിന്നെ ഇവിടെ നമ്മുടെ നല്ല മട്ടൻ കിട്ടും നമുക്ക്. ഞണ്ടുണ്ട്, കല്ലുമ്മക്ക, ഇവിടുത്തെ മട്ടനാണിത്. ഇവിടുത്തെ മട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഷാപ്പിലെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കും. അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്കിവിടെ ഒരുമാതിരി ഫിഷ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഞണ്ട് മസ്റ്റ് ട്രൈ ആണ്. നല്ല കിടിലൻ നാടൻ ഞണ്ടാണത്, പുഴ ഞണ്ടാണ്. അതുപോലെ ഇവിടുത്തെ ചിക്കൻ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഐറ്റംസാണ് ചപ്പാത്തി ഉണ്ട്, വെള്ളയപ്പമുണ്ട്, ദോശയുണ്ട്, കപ്പയുണ്ട്, പത്തലുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഗ്രേവിക്ക് പോലും നല്ല കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ നാടൻ കള്ളിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പറശ്ശിനിക്കടവ് കള്ളിന് ഭയങ്കര ഫേമസ് ആണ്. നല്ല നാടൻ കള്ളും മധുരക്കള്ളും നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാമിലീസിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇവിടെ ഫാമിലീസാണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു കള്ള് ഷാപ്പ് എന്നതിലുപരി ഇതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് സെറ്റപ്പാണ്. വേണ്ടവർക്ക് കള്ള് കുടിക്കാം, അതുപോലെ തന്നെ ഫുഡ് അടിക്കാം എന്നൊക്കെയുള്ളൊരു സെറ്റപ്പിലാണ് ഈ പൂവത്തുകുന്ന് ഷാപ്പ് ഇപ്പോൾ ഇത്ര ഫേമസ് ആയിട്ടുള്ളത്. പറശ്ശിനിക്കടവ് തന്നെ ഷാപ്പ് വേറെയുണ്ട്. നമ്മുടെ നാണിയൂർ ഷാപ്പ് പറശ്ശിനിക്കടവ് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ നമ്മുടെ കാഞ്ഞിരങ്ങാടുള്ള ഷാപ്പും ഫേമസ് ആണ്. പിന്നെ നമ്മുടെ പിണറായി കാളി ഷാപ്പ്, ഇതൊക്കെയാണ് കണ്ണൂർ ജില്ലയിലെ മെയിനായിട്ടുള്ള ഷാപ്പുകൾ. ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്തൊരു ഷാപ്പാണ് നമ്മുടെ ഈ പൂവത്തുകുന്ന് ഷാപ്പും. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം ഇവിടുത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. നമുക്ക് നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ചിക്കൻ അത്രയ്ക്ക് എടുത്തു വരുന്നത് നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. പിന്നെ ഇവിടെ നമുക്ക് കപ്പ കിട്ടും. പിന്നെ നമ്മളൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്കും വരാൻ നോക്കുക. ഉച്ചയായി കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങൾ തീരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വരുമ്പം എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി നമ്മൾ നോക്കുക. മോർണിംഗ് ടൈമിൽ തന്നെ വരാൻ വേണ്ടി നമ്മൾ നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിയുമ്പോൾ തന്നെ നമുക്ക് വരാൻ വേണ്ടി തന്നെ നോക്കുക. എന്നാലാണ് നമുക്ക് ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും കിട്ടുകയുള്ളൂ. ഉച്ചയാകുമ്പോഴത്തേക്ക് കപ്പ തീരും. അതുപോലെ ഇവിടെ ഇത് നത്തലുണ്ട്, ഇതിനകത്ത് കാട ഫ്രൈ ഉണ്ട്, പിന്നെ ഞണ്ട്, ഇതൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് പുഴമീനോട് അധികം ഉണ്ടാവില്ല. ഇത് നമ്മൾ നല്ലൊരു പിടുത്തം പിടിച്ചതിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥയാണ്. ശരിക്കും നമ്മുടെ കിളി പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടുന്ന് ഒരു ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ കണ്ണൂർ ഷാപ്പിൽ എല്ലാവരും പോവുക, ശരിക്കും ഫുഡ് എൻജോയ് ചെയ്യുക, അഭിപ്രായം